നന്നമ്പ്രയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 1.95 കോടി രൂപ കവർന്ന കേസിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ്. പണം നഷ്ടപ്പെട്ട തെന്നൽ അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, എന്താണ് ഇപ്പോൾ വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ അറിയാനാകുന്നു? സ്മൃതി, ഇന്നലെ രാത്രിയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം തെന്നല അറക്കൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹനീഫ് കടം കൊടുത്ത 2 കോടിയോളം രൂപ കൊടിഞ്ഞി സ്വദേശിയുടെ കയ്യിൽ നിന്നും വാങ്ങി തിരിച്ചു പോകുന്നതിനിടയിലാണ് കൊടിഞ്ഞി തെയ്യാലിങ്ങൽ ഭാഗത്ത് വെച്ച് ഒരു സംഭവം ഉണ്ടാകുന്നത്. വാഹനം തടഞ്ഞു നിർത്തി മറ്റൊരു വാഹനത്തിലെത്തിയ 4 സംഘം, മുഖമൂടിധാരികളായിട്ടുള്ള 4 സംഘം ഇവരെ ആക്രമിച്ചതിന് ശേഷം വാഹനത്തിലുണ്ടായിരുന്ന പണം കവർന്നു എന്നുള്ളതായിരുന്നു പരാതി. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു, വാഹനം തകർന്നതിൻ്റെയൊക്കെ തന്നെ. ഇന്നിപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരാതിക്കാരനായിട്ടുള്ള ഹനീഫിന്റെ വീട്ടിലെത്തി വിശദമായ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ കൃത്യമായിട്ടുള്ള ഉറവിടം ഉൾപ്പെടെ അദ്ദേഹത്തിന് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ദുരൂഹതകളൊന്നും തന്നെയില്ല. കവർച്ച എന്നുള്ളത് തന്നെയാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. 4 സംഘം മുഖമൂടിധാരികളായിരുന്നു. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു വാഹനം തകർത്തിരിക്കുന്നത്. ഗ്ലാസ് ചില്ലുകൾ തകർത്താണ് വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന മുഹമ്മദ് ഹനീഫിന്റെ കൈവശമുണ്ടായിരുന്ന ഈ പണം അവർ അപഹരിച്ചിരിക്കുന്നത്. ഈ പണം കൈപ്പറ്റി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു കവർച്ച നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മേഖലകളിലെ ദൃക്സാക്ഷികളായുള്ള ആളുകളുടെ മൊഴി ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിശദമായിട്ടുള്ള മൊഴി പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. സ്മൃതി.